സാർ, കാനത്തിൽ ജമീല എന്ന എൻ്റെ സഹോദരിയുടെ വേർപാട് ഏറ്റവും അധികം ദുഃഖവും പ്രയാസവും ഉളവാക്കിയതാണ്. എന്നെ സംബന്ധിച്ച് എൻ്റെ കുടുംബവുമായിട്ട് ഏറ്റവും അടുത്ത ബന്ധമുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് കാനത്തിൽ ജമീല. പ്രത്യേകിച്ചും എൻ്റെ ഭാര്യയുമായിട്ട് ഏറ്റവും അടുത്ത ബന്ധം. കാരണം നിയമസഭയിൽ വരുമ്പോഴും അല്ലാതെ ഏറെ കാര്യങ്ങൾ സംസാരിക്കുന്ന വ്യക്തിത്വമാണ്. സാർ, എൻ്റെ പ്രസംഗത്തിൽ എപ്പോഴും കാനത്തിൽ ജമീല പറയുന്ന ഒരു വാക്കുകളുണ്ട്. അങ്ങയുടെ പ്രസംഗം ഞങ്ങളെ ഏറ്റവും അധികം ചിന്തിപ്പിക്കുന്നു, അതിനേക്കാൾ സന്തോഷിപ്പിക്കുന്നു. പക്ഷേ ദൈവവചനം പറയാതെ താങ്കൾ ഒരിക്കലും പ്രസംഗം നിർത്തരുത് എന്നെനിക്കൊരു ഉപദേശം തന്ന വ്യക്തിത്വമാണ് കാനത്തിൽ ജമീല എന്നുള്ളത്. എന്നെ സംബന്ധിച്ച് സാർ ഒരു വലിയ ഷോക്കാണ് ഈ ന്യൂസ്. കാരണം അങ്ങനൊരു അസുഖബാധിതയാണെന്ന് പോലും അറിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. കാരണം അവരുടെ വേർപാട് വളരെയധികം ദുഃഖമുളവാക്കി എന്നുള്ളത് സത്യം തന്നെയാണ്. സർവവിശുദ്ധ വേദപുസ്തകത്തിൽ ഒരു വാക്യമുണ്ട്, ലാസർ മരിച്ചപ്പോൾ കർത്താവായ യേശു ക്രിസ്തു അവരുടെ ഭവനത്തിൽ ചെന്നു. അപ്പോൾ മാർത്തയും മറിയയും 2 സഹോദരിമാരാണ് ഉണ്ടായിരുന്നത്. അപ്പം മാർത്ത പറഞ്ഞ ഒരു വാക്യം എൻ്റെ ഹൃദയത്തെ സ്പർശിച്ചത്, കർത്താവെ, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു എന്നുള്ളൊരു വാക്യം ഹൃദയത്തിനകത്ത് വളരെയധികം വേദനയുള്ള ഒരു വാക്യമാണ്. അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ ചിന്തിച്ചൊരു വിഷയം ഇതാണ്, നമ്മുടെ പ്രിയപ്പെട്ടവരായ സഹോദരങ്ങൾ. കാരണം പല ആൾക്കാരും മനസ്സിൽ കൂടെ കടന്നുപോയി. പ്രിയങ്കരനായ എൻ്റെ സഹോദരൻ തോമസ് ചാണ്ടി, കോടിയേരി ബാലകൃഷ്ണൻ, അതുപോലെ ഉമ്മൻചാണ്ടി സാർ, ഇങ്ങനെ പല ആൾക്കാരും ജീവിതത്തിൽ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോകുമ്പോൾ അവരുടെ ആ ദീപ്തമായ ഓർമ്മ കാരണം നമ്മുടെ ഹൃദയത്തെ വല്ലാതെ ദുഃഖിപ്പിക്കുകയും പ്രയാസപ്പെടുത്തുകയും ചെയ്യുന്നതാണ്. കാരണം ഇവരുടെ എല്ലാം മരണം, കാരണം നമ്മൾ ചിന്തിക്കുന്നത് അത് തന്നെയാണ്, ഈ ലോകത്തിൽ ഇത്രയേ ഉള്ളോ മനുഷ്യൻ്റെ അവസ്ഥ എന്ന് ചിന്തിപ്പിക്കുന്ന ഒരവസ്ഥ തന്നെയാണ്. അപ്പോൾ ഏത് മനുഷ്യനും കുറച്ച് നിന്നാലൊരു ശ്വാസം മാത്രമാണ് ലോകത്തിൽ. നമ്മൾ ഏത് രീതിയിൽ ജീവിക്കണമെന്നുള്ള, കാരണം ഇവരെ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് തന്നെയാണ്. പ്രിയങ്കരിയായ കാനത്തിൽ ജമീലയുടെ ഓർമ്മയ്ക്ക് മുന്നിൽ എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും എൻ്റെ നാടിൻ്റെയും ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ.